ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനിവിശേഷന്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആട് 3 സിനിമ കണ്ടു. അതായത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത പിന്നെ പുള്ളി തന്നെ എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ് ആട് 3. ആട് 3ന്റെ 1, 2 ആയിട്ട് ആട് 3ക്ക് വന്നിട്ട് എത്തിയിരിക്കുകയാണ്. സോ ആട് 3 സിനിമ കണ്ടു. പിന്നെ ആട് 3യിൽ എല്ലാ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു പാസ്റ്റ് പ്രസന്റിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഇറക്കിയിരിക്കുന്ന ഒരു ഡിഫറെന്റ് ജോണർ ആയിട്ട് വരുന്ന ഒരു സിനിമയാണ് ആട് 3. അത് ഒരു കിടിലൻ ജേർണി വേണമെങ്കിൽ പറയാം. അതായത് ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരുപാട് ചിരിക്കാനുള്ള ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എനിക്കൊരു ബോർ അടിയായിട്ടൊന്നും തോന്നിയിട്ട് അത്യാവശ്യം ചിരിക്കാനൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ചില ഇൻട്രോസ് ഒക്കെ സീനൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ പോകുന്ന ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആട് 3. പിന്നെ പറയുകയാണെങ്കിൽ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ജയസൂര്യ അതായത് ഷാജി പപ്പനായിട്ട് പുള്ളി തകർത്തിട്ടുണ്ട് ആ ക്യാരക്ടറിനെ. അതായത് ആദ്യം ഭാഗത്ത് ഉണ്ടായിരുന്ന പോലെ അതിൽ കിടിലനായിട്ടുണ്ടായിരുന്നു ഈ തേർഡിൽ. പിന്നെ അബു ആയാലും എല്ലാ ക്യാരക്ടേഴ്സ് ഇവരോടൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ക്യാരക്ടർ എൻട്രി, പിന്നെ ഇൻട്രോ സീനൊക്കെ എടുത്തിരിക്കുന്ന ഷോർട്സ് ഒക്കെ ഒരു രക്ഷയില്ല, കിടിലനായിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെന്റ് വൈബാണ്. ഒരുപാട് കാലത്തിന് ശേഷം ആ ക്യാരക്ടേഴ്സിനൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിഫറെന്റ് ഫീലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിന്റെ എൻട്രീസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്ക് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ പിന്നെ ഡാവിൻ വിൻസെന്റ് ആണ്. അതായത് ഷാൻ റഹ്മാൻ തന്നെയാണ് ആദ്യത്തെ 2 ഭാഗത്തും കൂടി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ പുള്ളിയുടെ ആ മ്യൂസിക്കിൽ 2ാം ഭാഗത്തിൽ കുറച്ച് ചേഞ്ചസ് ആയിട്ട്, അതേപോലെ അടുത്ത ഭാഗത്തിൽ എല്ലാ ക്യാരക്ടേഴ്സിന്റെ അവിടുത്തെ മ്യൂസിക് ഒക്കെ ഒരുപാട് റീലോഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിടലനായിട്ടുണ്ടായിരുന്നു. അവർക്ക് ക്യാരക്ടർ മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഡാവിൻ വിൻസെന്റ് ആണ്. അങ്ങനെ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ, അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന സ്കോർസ് ആയാലും പ്രസന്റിൽ ഇതൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിന്. പിന്നെ പറയുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നതായാലും ചില ഷോർട്സ് ഒക്കെ എടുത്തിരിക്കുന്നതായാലും ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ സ്റ്റോറി ലൈൻ അത്യാവശ്യം എനിക്ക് നന്നായിട്ട് വർക്കായി. ആ ഒരു പാസ്റ്റ് പ്രസന്റിന് ബ്ലെൻഡ് ചെയ്യാൻ ഈ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ആയാലും ഇതൊക്കെ ട്രൈ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് കൂടി അടിപൊളിയായിട്ടുണ്ടായി. അതായത് ആ ഒരു പാസ്റ്റ് പ്രസന്റിന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ വരും. പുള്ളി അതിന് ക്ലിയർ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലിജോ പോൽ അതൊരു രക്ഷയില്ല, കിഡിലൻ എഡിറ്റിംഗ് ആയിരുന്നു. ഫ്രം ദി ബിഗിനിങ് ടു ടിൽ ദി എൻഡ് വരെ അടിപൊളിയായിട്ടുണ്ടായി എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ. നമുക്കൊരു പാസ്റ്റ് പ്രസന്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ഒരു ചില സ്ഥലത്തൊക്കെ മിസ്സായ പോലെ തോന്നും, പക്ഷെ ബാക്കിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായി എഡിറ്റിംഗിൽ. പിന്നെ ഈ സിനിമയുടെ VFX വർക്കിനെ കുറിച്ച് പറയേണ്ടത് തന്നെ, അതായത് കിഡിലനായിട്ടുണ്ടായി VFX വർക്ക്. ഒരു നെക്സ്റ്റ് ലെവലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായി VFX. പിന്നെ ഈ സിനിമയുടെ ഓവറോൾ പറയണമെങ്കിൽ, അതായത് ഫ്രം ദി ബിഗിനിങ്, അതായത് ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ നന്നായിട്ട് പോകുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫാണ്. അതായത് അത്യാവശ്യമുള്ള ഒരുപാട് ചിരിക്കാനുണ്ട് ഈ സിനിമയിൽ. ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ അവരുടെ ഭംഗി രീതിയിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇതൊക്കെ അടിപൊളിയായിട്ട് ചിരിക്കാനൊക്കെ സാധനമുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫ് കൂടുതലായിട്ട് മറ്റേ പാസ്റ്റ് പ്രസന്റ് ബ്ലെൻഡ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതുകൂടി നന്നായിട്ട് വർക്ക് ചിരിക്കാനൊക്കെ ഉണ്ട്, ആയാലും നന്നായിട്ടുണ്ടായി. പിന്നെ ക്ലൈമാക്സ് ആയാലും അത്യാവശ്യം ഒരു ഡീസെന്റ് ആയിട്ടുണ്ടായി. ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്ന VFX ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ ഓവറോൾ പറയണം, മൊത്തത്തിൽ ഒരു കിടിലനായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു കിടിലൻ സിനിമയാണ് ആട് 3. പിന്നെ ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ലോജിക് ഒന്ന് നോക്കാം. അതായത് ഫാമിലി ഒക്കെ കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയിട്ട് കണ്ടാൽ കിടിലൻ വൈബ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ റൈഡാണ് ഈ സിനിമ. അതായത് എനിക്ക് ബബ്ബനെ കാട്ടി ഈ സിനിമ നന്നായിട്ട് വർക്കായി. അതായത് ആ സിനിമ ലോജിക്കൽ, അത് ഭയങ്കര ബോറടിയായിരുന്നു ആ സിനിമ. പക്ഷെ ഈ സിനിമ എനിക്ക് നന്നായിട്ട് വർക്കായി. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടായിട്ട് ഒരു കിടിലനായിട്ട് പോകുന്ന ഒരു സിനിമയാണ് ആട് 3. പിന്നെ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. സോ അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.